തേങ്ങാപ്പാൽ വറ്റിച്ച കോഴി അതാട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. ഇത് വേറെ ആരുടെയും റെസിപ്പി ഒന്നുമല്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് വീഡിയോ കാണാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. 1/2 കിലോ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെള്ളം വേണ്ടെന്ന്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഇത് നമ്മൾ പുരട്ടി വെക്കണതാണ്. അപ്പോൾ ഒരു ലേശം വെള്ളം, ജസ്റ്റ് ആ മസാല ഒന്ന് കൂട്ടാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം തെളിച്ചു കൊടുത്ത് ഒന്നും കൂടി കുഴച്ച് ഒരു മിനിമം 1 മണിക്കൂർ വെക്കുക. ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ വെക്കുന്നുണ്ട്. എത്രത്തോളം വെക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്, മസാല അതിലേക്ക് പിടിക്കും. അപ്പോൾ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. 3 സവാള സാധാരണ നമ്മൾ കറിയിലേക്ക് അരിയണ പോലെ തന്നെ അരിയുക. അതേപോലെ 3 തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഏകദേശം ഈ അളവിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മതി കേട്ടോ. ഒരു 6 പച്ചമുളക്, 2 നമുക്ക് ലാസ്റ്റ് കീറിയിടാൻ വേണം. പിന്നെ തേങ്ങ, ഒരു 1/2 മുറി തേങ്ങ വേണം നമുക്കിതിന്. പിന്നെ ചതച്ച മുളകും, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടു കേട്ടോ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മാത്രം മതി. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ ഒരു മസാലപ്പൊടിയും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതേപോലെ തേങ്ങാപ്പാൽ 1 പാലും സാദാ പാലും എടുത്ത് വെക്കണം. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചിക്കനിൽ ഒരു ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, കണ്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ വേവാൻ വേണ്ടിയിട്ട്, കാരണം ചിക്കനിന് വെള്ളമായിരുന്നു. ഇത് ഞാനൊരു 2 വിസിൽ വെക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ചിക്കൻ അപ്പുറത്തെ സ്റ്റൗവിലിരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ എന്താ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൽ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. സോ നോൺ സ്റ്റിക്ക് പാൻ ആയാലും അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വരുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോൾ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അളവ് കുറച്ചോളം. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ സവോള ഇട്ടിട്ട് വഴറ്റാൻ പോവാണ്. സവോള വഴറ്റുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എന്താ ചെയ്യാറ്, ഉപ്പിടും അല്ലേ. അപ്പോൾ ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും. ഇപ്പോൾ അത് നോൺ സ്റ്റിക്ക് പാൻ ആയ കാരണം ഞാൻ മൂടി വെക്കുകയാണ്. അല്ലാത്ത പാത്രങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂടി വെച്ച് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സവോള ഒന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. കണ്ടോ, സവോള നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടണേ. അപ്പം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സവോളയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഇതാ അവിടെ ഒന്ന് ഉടഞ്ഞു വരുന്ന പരിവാവണം. അതുവരെ മൂടി വെച്ച് വേവിക്കുക. നന്നായി ഇളക്കി ആ തക്കാളിയും സവോളയും രണ്ടും കൂടി മിക്സായി വരണം. കണ്ടോ, ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലായപ്പോൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 6 പച്ചമുളക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി 2 കഷ്ണമുള്ളത് ലാസ്റ്റ് ഇടാനാട്ടോ. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ഇട്ട് നല്ല പോലെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മണം പോണ വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. ഇതിനാണ് ഇവിടെ സമയം കുറച്ചെടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ നെയ്യും ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കൂടി വഴറ്റി വരുമ്പോൾ ഒരു നല്ല മണം വരും. അപ്പോൾ അപ്പുറത്ത് എൻ്റെ ചിക്കൻ വേവുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് ഇളക്കുക. ഇപ്പം ഞാൻ കറിവേപ്പില ഇടുന്നില്ല. അത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ആ ചിക്കൻ കണ്ടോ, 2 വിസിലേ വെച്ചുള്ളൂ. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ആ ഉള്ള ഗ്രേവിയോട് കൂടിയിട്ട് ഇതിൽ ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് കോട്ടായി വരട്ടെ. അപ്പോൾ
കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിളപ്പിക്കുക കേട്ടോ. ബാക്കി ചിക്കൻ വേവാനുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് വെന്ത് കിട്ടിക്കോളും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഗ്രേവി ആയിട്ടും പ്രിപ്പയർ ചെയ്യാം. അല്ലാത്തതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വറ്റിക്കുകയാണെങ്കിൽ ചെയ്യാം. ഈ ഒരു പരുവത്തിൽ ഞാൻ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുന്ന ചിക്കൻ നല്ല പോലെ അങ്ങോട്ട് വെന്ത് വരട്ടെ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. കാരണം അത്രയും സക്സസ്ഫുള്ളായി. കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ആവണ ഒരു കറി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി തിക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളകില്ലേ, ഉണക്കമുളക്, അതും അതേപോലെ തന്നെ ഒരു പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചതും. ഒരു പിഞ്ച് മതി കേട്ടോ, കൂടുതൽ വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ചൊയ മാറും. അപ്പോൾ ലൈറ്റായിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ ചതച്ച മുളകും നെയ്യും പെരിഞ്ജീരകമൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. സോ അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില അതേപോലെ തന്നെ മല്ലിയില. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടി വരുമ്പോഴേക്കും ഒരു 1.5 മണമാണ്. നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തി. പച്ചമുളകും അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ടു. ഇനി നമുക്ക് ബാക്കി ആകെ 1-ാം പാല് മാത്രമേ ഉള്ളൂ. 1-ാം പാൽ ഒഴിക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള 1-ാം പാലാണത്. തീരെ വെള്ളം ചേർക്കാണ്ട് ഒഴിച്ചിട്ടാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഇനി ഒന്ന് ഇളക്കൊന്നും ചെയ്യരുതേ. നേരെ പാത്രം അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ വറ്റിച്ച് കോഴി റെഡിയായി. ഞാൻ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്ത് ലിഡ് തുറക്കട്ടെ. നമ്മുടെ തേങ്ങാപ്പാൽ വറ്റിച്ച കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, അപ്പം അങ്ങനത്തെയുള്ള ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെ ചെറിയൊരു മധുരത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.